സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോഴും കാണുന്നത് ആനയൂട്ടാണ്. ശീവേലിക്ക് ശേഷം ആനയെ ഊട്ടുന്ന ആ ഒരു പ്രസാദം ആനയ്ക്ക് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊട്ടിയൂരിലേക്ക് എത്തിയപ്പോഴും മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇപ്പോഴേ ഈ ശീവേലിയൊക്കെ കഴിഞ്ഞ് ഭക്തജനങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ വളണ്ടിയർമാരുണ്ട് കേട്ടോ. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിയാത്ത ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് പറയുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. അതായത് ശീവേലി കഴിഞ്ഞപ്പോഴേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരി നിൽക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നാല് പുറത്തു നിന്നും ആൾക്കാരെ ആ ക്യൂവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിറ ഭയങ്കരമായിട്ട് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്, തിരുവഞ്ചിറ. അപ്പോൾ അവിടെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതിനിടയിലാണ് ആനയൂട്ട് നടക്കുന്നത്. അതായത് ആനയ്ക്ക് പ്രസാദം കൊടുക്കുകയാണ്. ഈ ശീവേലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പ്രസാദങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആനയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പും തയ്യാറെടുപ്പുമാണ്. പിന്നെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടുമ്പും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇറക്കി വെക്കും. ഇറക്കി വെച്ചതിന് ശേഷമാണ് ആനയ്ക്ക് പ്രസാദ ഊട്ടൊക്കെ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ആനയെ കൊണ്ടുപോകുന്നത്. സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ദർശനം നടത്താൻ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മഴയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് ഒരു അവധി ദിനം അല്ലാതിരുന്നിട്ട് കൂടി നല്ല രീതിയിലുള്ള ഒരു ജനത്തിരക്ക് ഉണ്ടായിരുന്നു, ഭക്തജനത്തിരക്ക് ഉണ്ടായിരുന്നു. അത് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് കർണാടക, തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരുടെ നടുക്ക് ആ ഗജവീരന്മാർ അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്താ പറയണ്ടേ, മനസ്സിനൊരു വലിയ സന്തോഷം അല്ലെങ്കിൽ സുഖം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അപ്പോൾ ഗജവീരൻ ഇങ്ങോട്ട് വരികയാണ്. എല്ലാവരോടും മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇനി ആന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആനയ്ക്ക് ഇപ്പോഴും അതിൻ്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രസാദം വെച്ച് കൊടുക്കുന്ന അതിന് ശേഷമാണ് രണ്ട് ഗജവീരന്മാരെയും കൊണ്ട് പുറത്തേക്ക് അതിൻ്റെ പാപ്പാന്മാർ പോകുന്നത്. അപ്പോൾ ആൾക്കാരോടൊക്കെ പറയുകയാണ് എല്ലാവരും മാറി നിൽക്കോ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. പിന്നെ അവിടെ വടം കെട്ടിയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേങ്കിൽ ആൾക്കാർക്ക് അത് പ്രശ്നമല്ലല്ലോ. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണണം, ദർശനം കിട്ടണം എന്നുള്ള രീതിയിൽ ആനയ്ക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം കൊണ്ടുപോവുകയാണ്. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ഇതിനു വേണ്ടി മാത്രമേ കൊണ്ടുവരികയുള്ളൂ. എല്ലാ ദിവസവും ശീവേലിക്ക് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. ഇതിനിപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ പറയുക, പിന്നെ ഞാൻ തിരുത്തുന്നതാണ്. ഏതായാലും നാനാ ഭാഗത്തു നിന്നും വന്ന ഒരുപാട് ഭക്തജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഗജവീരന്മാർ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊട്ടിയൂരിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും, അതായത് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും അവിടെയും ഇവിടെയും ഒന്നും വലിച്ചെറിയാൻ പാടില്ല. വളരെയധികം സൂക്ഷിക്കുക, മലിനമാക്കരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിരുവഞ്ചിറയിലും പരിസരങ്ങളിലും വസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും നിക്ഷേപിക്കാതിരിക്കുക. എന്നാലും ചില ആൾക്കാരൊക്കെ അവിടെ നിക്ഷേപിച്ചിട്ട് നമ്മൾ കണ്ടു. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ആ ഒരു വെള്ളം മലിനമാക്കാൻ പാടില്ല. അത് ഭഗവാൻ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇത്രയൊന്നുമല്ല ജനങ്ങൾ ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം പൊങ്ങും. ആ വെള്ളം പൊങ്ങുമ്പോഴും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയുണ്ട്. കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും, അതായത് ഗജവീരന്മാർ ഇപ്പോഴും നേരെ പടിയൊക്കെ കയറി പോവുകയാണ്. അവരുടെ ആ ഒരു താവളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭക്തജനങ്ങൾ എല്ലാവരും ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇന്ന് ഭക്ഷണവും കിട്ടിയിരുന്നു. അവിടെയുള്ള ഒരു ക്ഷേത്ര സ്ഥാനീയനായ ഒരു ഇതിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ അനുഗ്രഹമായി. കാരണം നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഭക്ഷണം കിട്ടിയത്. ഭഗവാന്റെ അടുത്ത് നിന്നും എന്ത് പ്രസാദം കിട്ടിക്കഴിഞ്ഞാലും അതിന് ഒരു വലിയ എന്താ പറയണ്ടേ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഏതായാലും നിങ്ങളെല്ലാവരും കൊട്ടിയൂരിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് വരൂ.
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കാം. അതിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അതായത് നമ്മുടെ കേരളത്തിലുള്ള പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യങ്ങളും കാവുകളും പറ്റിയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു മെമ്പർഷിപ്പിലൂടെ കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞ് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.